നമസ്കാരം. പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം അത് പെട്ടെന്നൊന്നും കെട്ടടങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? മന്ത്രി വി ശിവൻകുട്ടിയാണോ അതോ മറ്റു പലരുമാണോ? നമ്മൾ പരിശോധിക്കുകയാണ്. ഈ വിഷയത്തെ ആളിക്കത്തിക്കുന്നത് ആരൊക്കെയാണെന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു. വളരെ രമ്യമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ഒരു ഇടപെടലാണ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത്. എന്നിട്ടും ഈ വിഷയം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലേക്ക് ചിലരൊക്കെ മാറുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിലേക്ക് ഇടപെടേണ്ട എന്നുള്ള പല രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രതികരണങ്ങൾ വരുന്നു. എന്താണ് ഇവരുടെ അജണ്ട എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ആളിക്കത്തിക്കുന്നത് മറ്റാരുമല്ല, RSSും കാസയും BJPയും SDP-യുമാണ്. നമുക്ക് ആദ്യം തന്നെ BJP നേതാവ് ഷോൺ ജോർജിന്റെ ഒരു പ്രതികരണം കാണാം. ഈ സംഭവമൊക്കെ നടന്ന ശേഷം, ആ സ്കൂൾ സന്ദർശിച്ച ശേഷം ഷോൺ ജോർജ് നടത്തിയിട്ടുള്ള പ്രതികരണം ഇങ്ങനെയാണ്. ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ SDP ആണ് നേതൃത്വം കൊടുത്തത്. ഇത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പരിച്ഛേദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ അത് ഈ രാജ്യത്തെ ഏതോ മുക്കിലും മൂലയിലും ഇത്തരത്തിലുള്ള പ്രവണതകളെ എതിർക്കുക എന്നുള്ളത് BJPയുടെ കടമയാണ്. ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഭയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും അറിയിച്ചിട്ടുണ്ട്. കേട്ടല്ലോ, ഒരു രാഷ്ട്രീയ നേതാവും ഇങ്ങനൊരു ഘട്ടത്തിൽ നടത്താൻ പാടില്ലാത്ത ഏറ്റവും നീചമായ, ഏറ്റവും അപക്വമായ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപക്വം എന്നൊന്നും ഞാൻ പറയില്ല, ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ തീർത്തും അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് BJP നേതാവ് നടത്തുമ്പോൾ അങ്ങനെ തന്നെ വേണം അതിനെ കാണാൻ. അതായത് വർഗീയത അങ്ങ് വാരി വിതറിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നേട്ടം കൊയ്യാം എന്ന് ചിന്തിക്കുകയാണ് BJP ഇവിടെ ചെയ്തിരിക്കുന്നത്. ഷോൺ ജോർജിന്റെ മറ്റു ചില പോസ്റ്റുകൾ കൂടിയുണ്ട്. ഇതെങ്ങനെയാണ് ആളി കത്തിക്കുന്നതെന്ന് ഷോൺ ജോർജ് തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം കൊടുത്തിട്ടുള്ളത് ശിവൻകുട്ടി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ള പ്രതികരണം ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയുടെയാണ്. പള്ളുരുത്തിയിലെ ശിരോവസ്ത്ര വിവാദം, സ്കൂളിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച, ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല, ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അനുവദിക്കില്ല എന്ന് മന്ത്രി പറഞ്ഞത് എടുത്തിട്ടുകൊണ്ട് ഷോൺ ജോർജ് ഇങ്ങനെ അതിന്റെ മുകളിൽ കുറിച്ചിരിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കടന്നുകയറ്റം എല്ലാ പാർട്ടിയിലുമുണ്ട്, പല രൂപത്തിലും ഭാവത്തിലും. SDP കുട്ടി വന്നപ്പോഴാണ് അത്രേ ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതികരിക്കുന്നത് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ഇതുകൊണ്ട് തീർന്നില്ല ഷോൺ ജോർജ് അതിനുശേഷം ഇടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. അത് ഹൈബിയോടാണ് പറയുന്നത്. പള്ളുരുത്തി കോൺവെന്റ് സ്കൂൾ SDPI പ്രശ്നമുണ്ടാക്കി അടപ്പിച്ചതിന് RSS എന്തു പിഴച്ചു എന്റെ ഹൈബി എന്നാണ് പറയുന്നത്. അതായത് നോക്കൂ, അവിടെ അവരെ തമ്മിൽ ചേർത്ത് വെക്കുകയാണ്. അതായത് SDP RSS അവരെയും കൂടി കളത്തിലിറക്കി ഒന്നുകൂടി അത് ആളിക്കെത്തിക്കാൻ ശ്രമം നടത്തുന്നു. അപ്പൊ അല്പസമയം മുമ്പ് ഷോൺ ജോർജ് വീണ്ടും ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നു. നമ്മുടെ റിലയൻസ് മുതലാളിയുടെ ചാനൽ ഉണ്ടല്ലോ, ന്യൂസ് 18, ഏത് സംഘപരിവാറിന് വേണ്ടി ഇങ്ങനെ 24 മണിക്കൂറും കുറച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ. ആ ചാനലിന്റെ ഒരു സ്ക്രീൻഷോട്ടിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഹിജാബിനായി SDPI, ഹിജാബിനായി സർക്കുലർ ഇറക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണം, മന്ത്രിയുടെ നിലപാട് സർക്കുലറായി പുറത്തിറക്കണം, സ്ഥാപനങ്ങളുടെ നിയമാവലി ഭരണഘടനയ്ക്ക് മുകളിൽ അല്ലെന്ന് SDPI പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഷെയർ ചെയ്തുകൊണ്ട് മുകളിൽ ഷോൺ ജോർജ് ഇങ്ങനെ കൊടുക്കുന്നു. പള്ളുരുത്തി കോൺവെന്റ് സ്കൂളിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ SDPI തിരക്കഥ, ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ഇനി പറയൂ ഹൈബി, അവിടെ ആസൂത്രിതമായി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ വലിയ വിപത്തിന് നിങ്ങൾ പാലൂട്ടി വളർത്തി ഈ നാടിന്റെ സമാധാനം കളയാൻ ശ്രമിച്ചാൽ അതിനെ തടയാൻ ഞങ്ങൾ ഉണ്ടാകും, BJP എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഈ പ്രശ്നം വഷളാക്കുന്നത് നിങ്ങളാണ് ഷോൺ ജോർജ്, നിങ്ങളുടെ പ്രസ്ഥാനമാണ് ഷോൺ ജോർജ്. അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ പിന്തുണയ്ക്കുന്ന കാസ പോലുള്ള തീവ്ര ചില ടീമുകളൊക്കെയാണ് എന്ന് പറയാതെ വയ്യ. ഇതിനെ ആളി കത്തിച്ചങ്ങ് നിർത്തുകയാണ്. എന്തായാലും SFIയുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. SFIയുടെ പ്രതികരണം ഷോൺ ജോർജിനെ പോലുള്ള ആളുകൾക്കൊക്കെ എന്തായാലും ബുദ്ധി ഉദിക്കാൻ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തായാലും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ്. ക്ലാസ് മുറികളിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഒന്നാണ്. മതനിരപേക്ഷ സമൂഹം എന്നത് എല്ലാ മനുഷ്യരുടെയും മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. കേരളം കാത്തു സൂക്ഷിക്കുന്ന സംസ്കാരവും അതുതന്നെയാണ്. മതവിശ്വാസത്തിന്റെ ഭാഗമായ ചിഹ്നങ്ങൾ വേണോ വേണ്ടയോ എന്നത് വ്യക്തിപരമായി ഒരാൾ എടുക്കേണ്ട തീരുമാനമാണ്. ചന്ദനക്കുറിയും ശിരോവസ്ത്രവും കൊന്തമാലയുമെല്ലാം നമ്മുടെ ക്ലാസ് മുറികളിൽ മതവിശ്വാസത്തിന്റെ ഭാഗമായി ധരിക്കുന്നവരുണ്ട്. ഇവ ധരിക്കുമ്പോഴും ഈ ചിഹ്നങ്ങളൊന്നും പരസ്പര അകൽച്ചയ്ക്കോ വേർതിരിവിനോ നമ്മുടെ ക്ലാസ്സിൽ ഇടയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ധരിക്കുന്നവരാണ് ഇതൊക്കെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. ധരിക്കാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കുകയും വേണ്ട, ഇഷ്ടമുള്ളവരെ തടയുകയും വേണ്ട. തിരഞ്ഞെടുക്കുവാനുള്ള വിവേകമുള്ളവരായി നമ്മുടെ പുതിയ തലമുറ വളരട്ടെ.
എന്ത് വസ്ത്രം ധരിച്ചാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്നാലും ക്ലാസ് മുറികളിൽ ഞങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഒന്നാണ്. പക്ഷേ മുറിവിൽ ഉപ്പ് പുരട്ടാൻ വരുന്നവരെ സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. SDPയെയും BJPയെയും RSSനെയും കാസയെയും ഒക്കെ തന്നെ ഉദ്ദേശിച്ച് SFI പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ നമുക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണാം. പള്ളുരുത്തി സെന്റ് റീത്താസിൽ ശിരോവസ്ത്രം ധരിച്ചു എന്ന പേരിൽ ക്ലാസ്സിൽ കുട്ടിയെ ഇരുത്തിയില്ല എന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ അന്വേഷിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തു. കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ നൽകുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ മാനേജ്മെൻറ്റ് ഭാഗം കേൾക്കാനായി വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹന്ന ഫാത്തിമ എന്ന കുട്ടി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിച്ചത് മൂലം കുട്ടിയുടെ പേര് കൊടുക്കല്ലേ. ക്ലാസ്സിൽ കയറാത്തത് പുറത്തു നിർത്തിയത് സംബന്ധിച്ച് കുട്ടിയുടെ പിതാവ് PM അനസ് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതനുസരിച്ചും 13/10/2025 പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ വെച്ച് എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിയോഗിച്ച മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി സുധായൻ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് താഴെ വിവരിക്കുന്നു. അല്ല, അതിൻ്റെ ഈ കഥകളെല്ലാം പറഞ്ഞ ശേഷം അവസാനം പറയുന്നു. സ്കൂൾ ഡ്രസ് കോഡ് പാലിച്ചാണ് കുട്ടി ക്ലാസ്സിൽ വരുന്നതെങ്കിലും തലയിലൂടെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരുന്നതാണ് സ്കൂൾ മാനേജ്മെൻറ്റിന് അംഗീകരിക്കാൻ കഴിയാത്തത്. 2. തലയിലെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല. 3. ശരിയായ രീതിയിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇടവരില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കേരള WPC 1744/2016 വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ 8/5/2024 2991/2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പ്രകാരം എല്ലാ സ്കൂളുകളിലും ഒരു ഫീ റെഗുലേറ്റിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കേണ്ടതും ഇതിൻ്റെ മുന്നോടിയായി PTA ജനറൽ ബോഡി ചേർന്ന് ഒരു PTA കമ്മിറ്റി രൂപീകരിക്കേണ്ടതും ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യപ്രകാരം ക്ലാസ് വൈസ് PTA അംഗങ്ങളെ നോമിനേറ്റ് ചെയ്ത് അവരിൽ നിന്നും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന അശാസ്ത്രീയമായ രീതിയാണ് സ്കൂൾ പിന്തുടരുന്നത്. അതുമൂലം മാനേജ്മെൻറ്റിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്ന PTA കമ്മിറ്റിയാണ് നാളിതുവരെ ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ രീതി അടിയന്തരമായി തിരുത്തേണ്ടതാണ്. സ്കൂൾ രേഖകൾ പരിശോധിക്കുന്നതിനായി ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി വ്യവഹാരം നിലനിൽക്കുന്നുണ്ട് എന്നതിനാൽ രേഖകൾ ഹാജരാക്കുവാൻ നിർവാഹമില്ല എന്നറിയിച്ചതിലൂടെ അന്വേഷണത്തോട് നിസ്സഹകരണ പ്രവണത ആണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ച് പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് ആയി നൽകിയ തുക തിരികെ നൽകിയാൽ കുട്ടി TC വാങ്ങി വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർന്നോളാമെന്ന് രക്ഷിതാവ് അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 7, 8, 10 തീയതികളിൽ കുട്ടി ശിരോവസ്ത്രം അഴിക്കാൻ തയ്യാറാകാത്തതിനാൽ കുട്ടിയെ 1 മണിക്കൂറോളം ക്ലാസ്സിന് പുറത്ത് നിർത്തുകയും അതിനെ തുടർന്ന് പിതാവ് സ്കൂളിൽ വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതായി രക്ഷകർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീരണമെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി പിന്നെ പ്രശ്നം തീർന്നല്ലോ, പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവന് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്തിൻ്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല. ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? കിട്ടിയ പരാതിയെ സംബന്ധിച്ചവർ അന്വേഷണം നടത്തുക.
ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിയമാനുസരണം പിന്നെ റിപ്പോർട്ടിനുള്ളൊരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും, അതിന് മറുപടി വാങ്ങുന്നതാണ്. മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതലിന് വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവഴി അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടല്ലോ. ഒരു വിട്ടുവീഴ്ചയില്ലാതെ പരാതി കിട്ടി അപ്പോൾ തന്നെ ഇടപെട്ടു. അപ്പോൾ തന്നെ അന്വേഷണം, ഞാൻ വായിച്ചില്ല അതിൻ്റെ ഭാഗങ്ങളെല്ലാം, അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വളരെ വേഗതയിൽ കൊണ്ടുവന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നയമെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പ്രശ്നം സൗഹാർദ്ദപരമായി പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലാതെ ആ പരിഹരിച്ച പോരാ, ഒന്നും കൂടെ നിങ്ങൾ പരിഹരിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. പരിഹരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ ഈ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള വ്യവസ്ഥകൾക്കും നിയമങ്ങളും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഇളവ് ചെയ്ത് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അത് ഗവൺമെൻറ് നയമാണ്. ഇല്ല, അതായത് യൂണിഫോം നമുക്ക് ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ചും കോടതി വിധി അനുസരിച്ചും യൂണിഫോം പിന്നെ കളറും യൂണിഫോമിൻ്റെ രീതിയും അത് തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റാണ്. അവിടുത്തെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ PTA നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ നമ്മൾ ഇടപെടാറില്ല. നമ്മൾ പറഞ്ഞ ഒരു പരിഹാര മാർഗം എന്ന നിലയിൽ പറഞ്ഞത്, ഈ കുട്ടി നിർബന്ധപൂർവ്വം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടേ ഞങ്ങൾ ഇവിടെ പഠിക്കുള്ളൂ എന്നുള്ള നിലയിൽ വന്നു കഴിഞ്ഞാൽ, സാധാരണ ചില സ്ഥലങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടുത്തെ യൂണിഫോം കളറിന് അതേ സെയിം കളറുള്ള ശിരോവസ്ത്രം കൂട്ടായി ആലോചിച്ച് തയ്യാറാക്കി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസം അതിൽ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ല. അപ്പോൾ അതൊക്കെ ഒരു സഹകരണ മനോഭാവത്തോടുള്ള ഒരു സമീപനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്.